സംവിധായകൻ ഖാലിദ് റഹ്മാനൊപ്പം പുതിയ സിനിമ പ്രഖ്യാപിച്ച നടൻ മമ്മൂട്ടിക്കെതിരെ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി രംഗത്തെത്തി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സംവിധായകനുമായി വീണ്ടും സഹകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയത്. മമ്മൂട്ടിയുടെ വയനാട് മുണ്ടക്കൈ ടൗൺഷിപ്പ് സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഹരീഷിന്റെ പ്രതികരണം കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഒരു പൊതുപ്രവർത്തകനൊപ്പം കുറച്ചുനേരം നിന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് നാട്ടുകാർ കരുതില്ലേ എന്ന് ചിന്തിക്കുന്ന മമ്മൂക്കയ്ക്ക് ലഹരി കേസിൽ ഉൾപ്പെട്ട ഒരാളുമായി വീണ്ടും സഹകരിക്കുമ്പോൾ അതിന്റെ സാമൂഹ്യ സന്ദേശം എന്തായിരിക്കുമെന്ന ചിന്ത വരാത്തത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു ഹരീഷ് പേരടിയുടെ വിമർശനം. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ശരി തെറ്റ് നിർണയം തനിക്കില്ലെന്നും സംശയമാണ് താൻ പങ്കുവച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും അനുകൂല പ്രതികൂല അഭിപ്രായങ്ങൾ ഉയരുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കൊച്ചിയിലെ ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും എക്സൈസ് പിടികൂടിയത്. തുടർന്ന് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഉണ്ടയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ. ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലി, നസ്ലിൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രഖ്യാപനം ആരാധകരിൽ വലിയ പ്രതീക്ഷ ഉയർത്തിയിരുന്നുവെങ്കിലും ഹരീഷ് പേരടിയുടെ പ്രതികരണത്തോടെ ഇത് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്.